ദൈവമേ, ഹരിയാന ഇത്തവണ എന്നെ തഴഞ്ഞു. ഇന്ന് ശമ്പള ദിവസം ഒരു 100 കൂട്ടം പ്രശ്നമുണ്ട്. ഉള്ളതുകൊണ്ട് ഓണം പോലെ എല്ലാം ഒന്ന് സോൾവ് ചെയ്ത് തരണേ. എല്ലാം സോൾവ് ചെയ്തേക്കാം ഭക്ത. ഇവിടെ പക്ഷെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ട കുറെ പ്രശ്നങ്ങളുണ്ട്. ഗുരുതരമായ ആ പ്രശ്നങ്ങളൊക്കെ മുൻവശത്ത് വെയിറ്റ് ചെയ്യുക. എല്ലാരും ഉണ്ടല്ലോ. എന്താ വിറക് 75 രൂപ. ശരി, എന്താ വിറകിന്റെ വില? പാല് 150. അല്ല, ഇതെന്താ രാവിലെ എല്ലാരും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാമെന്നതാ. അയ്യോ, ഇതല്ലാതെ എനിക്ക് വേറെ ഒരു ഓർമ്മയില്ല. വൈകുന്നേരം വരണം, മറക്കണ്ട. ഈ പാല് മുഴുവൻ വെള്ളമാണെന്നല്ല. വേണ്ട, നിർത്തിയേക്കാം. നിർത്താൻ വേണ്ടി പറഞ്ഞതല്ല. ശരി, കാണാം. സാർ, ഈ പത്രത്തിന്റെ പൈസ ഉണ്ടോ സാർ? വൈകുന്നേരം വരും, ഞാൻ ഇറങ്ങി കഴിഞ്ഞു. ബാല, ബസ്സിൽ വരുന്നില്ലേ? കാലത്ത് ഇത്തിരി നടന്നില്ലെങ്കിലേ വിത്തം പിടിക്കും. വെറുതെ വാ, ഒരു എക്സസൈസ് ആവട്ടെ. ബസ് ചാർജ് വേണം, ഞാൻ കൊടുക്കാം. കയ്യിലിരിക്കട്ടെ, കാശിന് വേറെ ആവശ്യം വരും. ഈ പ്രായത്തിൽ നടന്നില്ല പിന്നെ എപ്പോഴാ നടക്കുക? ശമ്പളം കിട്ടി കഴിഞ്ഞാൽ ആദ്യത്തെ 10 ദിവസം ബാലം ബസ്സിൽ പോകും. അത് കഴിഞ്ഞാൽ ഇന്ന് നടന്നു പോകും. എക്സസൈസ് ആണ്. അതെ അതെ. സംഘടന ബോധം ഇല്ലാത്ത ഒരു തൊഴിലാളിക്കും ഈ നാട്ടിൽ ഒരു കക്ഷിയുമില്ല. മുതലാളി എതിർക്കാനല്ല, നമ്മുടെ തന്നെ സംരക്ഷണത്തിനാ യൂണിയൻ. നമ്മുടെ ആവശ്യങ്ങൾ അനുവദിച്ച് തന്നില്ലെങ്കിൽ അതേപ്പറ്റി അന്വേഷിച്ചാ പോരെ? പോരാ, തൊഴിലാളിക്ക് വേണ്ടത് സിമ്പതി അല്ല, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളാ. നമുക്ക് വിശദമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. അതാവേ, അന്ന് വൈകുന്നേരം ഒരു ചർച്ചയുണ്ട്, വരണം. എന്ത് ചർച്ച? യൂണിയൻ ഫോം ചെയ്യണമെന്ന് തന്നെയാ പൊതുവെയുള്ള അഭിപ്രായം. ഇപ്പൊ കിട്ടുന്ന ശമ്പളം കൂടെ ഇല്ലാതാക്കണം. എന്റെ പൊന്ന് കർണാട്ട, മനുഷ്യനെ കഞ്ഞിയും വെള്ളം കൂടി ജീവിക്കാൻ സമ്മതിക്കും. ഭീരുക്കൾക്ക് കൈവരഞ്ഞ് തന്നെയാ വിധിച്ചിട്ടുള്ളത്. വാടക 250. കടം വാങ്ങുക. കടം എന്തി വിളിക്കുന്നു എന്നെ? അതെ. ലോട്ടറി അടിക്കാതെ ഒരു രക്ഷയില്ല. സാർ വിളിച്ചോ? യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ എവിടം വരെയായി? എനിക്കറിയില്ല സാർ. അതെന്താ, യൂണിയൻ ചേർന്നില്ലേ? ഞാൻ അങ്ങനത്തെ ഒരാളല്ല സാർ. പല ഭാഗത്തുനിന്നും പ്രഷറുണ്ട്, പക്ഷെ ഞാൻ ചേരില്ല. കാരണം? എനിക്ക് യൂണിയനേക്കാൾ വലുത് കമ്പനിയാണ് സാർ. കമ്പനി നഷ്ടത്തിലാണ്. അതെനിക്ക് പണ്ടേ അറിയാം സാർ. പണ്ടത്തേതിനേക്കാൾ നഷ്ടത്തിലാണ് ഇപ്പോൾ. അതും ഞാൻ ഊഹിച്ചു. എങ്ങനെ? കമ്പനികളെല്ലാം തന്നെ പൊതുവെ നഷ്ടത്തിലാണെന്ന് എനിക്കറിയാം സാർ. മിസ്റ്റർ ബാലഗോപാലൻ, എത്ര പേരുടെ കയ്യും കാലും പിടിച്ചാണ് ഇതിനകത്ത് കയറിയെന്ന് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് സാർ. എന്ത് വന്നാലും ഞാൻ യൂണിയനിൽ ചേരില്ല, എന്നെ വിശ്വസിക്കാം. എങ്കിൽ എല്ലാ സുരക്ഷിതത്വവും മിസ്റ്റർ ബാലഗോപാലിന് ഇവിടെ നിന്ന് ലഭിക്കും. താങ്ക് യു സാർ. ചെല്ലു, ചെന്ന് ആത്മാർത്ഥമായി പണിയെടുക്കും. എടുക്കാം സാർ. ഹലോ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ബാലഗോപാലൻ പോയോ? ഇല്ല, അകത്തുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളം കിട്ടിയോ? എന്താ ബാലഗോപാലൻ, നിങ്ങൾക്ക് കാശ് തരാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല, വെറുതെ ചോദിച്ചെന്ന് മാത്രം. അതെ. നീ എന്താ അകത്ത്? ഇവിടെ നിന്നാ ഏത് വഴി പോയാലും നിന്നെ കണ്ടുപിടിക്കാമല്ലോ എന്ന് കരുതി. അത് ശരി. അപ്പൊ എന്നെ പറ്റിയുള്ള നിന്റെ ധാരണ ഏതാ? അതൊന്നുമല്ല, നീ ചിലപ്പോ മറന്നുപോയാലോ എന്ന് കരുതി. നീ ഒരു നല്ല ഫ്രണ്ടല്ല, നിനക്ക് ആത്മാർത്ഥമില്ല. ആവശ്യത്തിന് കണ്ടുപോലെ നീ രൂപ എടുക്ക്. ശമ്പളം കിട്ടിയില്ല, രൂപ എടുക്കടാ. ശമ്പളം നാളെ കിട്ടുള്ളൂ, എന്നെ വിശ്വാസം. നിന്റെ ഡാ ഒന്നും എന്റെ അടുത്ത് വേണ്ട, നീ ഒളിച്ചു വെച്ചാലും ഞാൻ രൂപ എടുക്കാം. നാളെ തരാം. ശരിയാകത്തില്ല, ശരിയാകത്തില്ല.
ഇനി നമുക്ക് ധാരാളം തമാശയൊക്കെ പറഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് വായി നോക്കി നടക്കാം. നീ വാ. എടാ, ഇനി എത്ര മാസം കൊണ്ട് ചിട്ടി തരും? ഇതൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലേ? അടച്ചില്ലെങ്കിൽ എന്താ, ഞാനാണല്ലോ ജാമ്യക്കാരൻ. അങ്ങനെ നിന്നെ കുഴിയിൽ ഇറക്കിയിട്ട് ഞാൻ രക്ഷപ്പെട്ട് കളയെന്നാണ് നിന്റെ വിചാരം? അങ്ങനെ വല്ല വിചാരം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ തല്ലും. എന്റെ കൈയും കക്ഷത്തിരിക്കല്ലേ. പിന്നെ എന്റെ 8 സെന്റ് സ്ഥലത്ത് ഐശ്വര്യമായിട്ട് ഞാനൊരു വേലി കെട്ടി. അപ്പൊ പ്രധാന പ്രശ്നം തീർന്നു. ഇനി വീട് കിട്ടിയാൽ മതിയല്ലോ. അതൊക്കെ ഞാൻ കെട്ടൂടാ. കമനീയമായ 2 നിലയുള്ള ഒരു സൗധം ഈ ബാലഗോപാലൻ അവിടെ കിട്ടും. പിന്നെ ഒരു കാര്യം, നിന്നെ അതിന്റെ അകത്ത് കേട്ടത്തില്ല, അതിൽ ദേഷ്യം തോന്നരുത്. സന്തോഷം. ഞാൻ ദൂരെ ഒന്നും വല്ല ബൈനാക്കുൾ കൂടെ സാറിന്റെ വീട് നോക്കണം. ബൈനാക്കുലേഴ്സ് വെച്ച് നോക്കാം, കുഴപ്പമില്ല. കേരള ഓണം 10 ലക്ഷം ടിക്കറ്റ് എടുക്കും സാർ. കാണിട്ട് വാടേ. ന്യൂമറോളജി പ്രകാരം നല്ല നമ്പറാണെങ്കിൽ എടുക്കും. തമിഴ്നാട് സാർ വേണ്ട, ഞാൻ പറയാം. ഹരിയാനയുടെ ഉണ്ടാവും, മഹാലക്ഷ്മി. മഹാലക്ഷ്മി സാർ. അതിനെ 55 ലക്ഷം. ഒരു കാപ്പി വാങ്ങിച്ചു. ശമ്പളം കിട്ടുന്ന ദിവസങ്ങൾ നിനക്കൊന്ന് ലാവിഷായിക്കൂട്ടല്ലേ? ശരി, നിന്റെ ആശയം ഇന്ന് ഞാൻ തീർക്കും. വാ. ശരി. എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാല് ആക്രാന്തം തീരുന്നവരെ ഓർഡർ ചെയ്ത് കഴിച്ചു. എനിക്ക് ഒറ്റ ആക്രാന്തം മാത്രമേ ഉള്ളൂ. നിന്നെ കൊണ്ട് കുറെ കാശ് ചിലവാക്കി. എടാ നാരണൻകുട്ടി, ഞാനൊരു പ്രാരാബ്ധക്കാരനല്ലടാ. ഇങ്ങനെ ഇപ്പൊ തിരിഞ്ഞു നോക്കല്ലേ, ഇപ്പൊ തിരിഞ്ഞു നോക്കരുത്. നമ്മുടെ പുറകെ ഇരിക്കുന്ന പാർട്ടീസിനെ നോക്കിക്കേ. ലൈനാ, ലൈൻ ലൈൻ. ഞാൻ നാളെ ബീച്ച് വെച്ച് കണ്ടു. തിരിഞ്ഞു നോക്കല്ലേ. ഇവിടെ ഇവന്മാർക്കൊക്കെ നാണമില്ലടാ ഇവളുമാരുടെ പുറകെ നടക്കാൻ. അതുമല്ല ഭാര്യയും ഭർത്താവുമായിരുന്നു. അല്ലല്ലേ, ഇവന്നാൾ ദിവസം ഇവളുടെ വീട്ടിന്റെ ഇപ്പുറത്ത് വെച്ച് ബൈക്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്ന കണ്ടു. ഓഹോ, അപ്പൊ നീ സ്ഥിരമായിട്ട് വാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ? വാച്ച് ചെയ്തല്ല, അബദ്ധത്തെ ഞാൻ കണ്ടുപോയതാ. അത് നിനക്ക് എന്താണ് ഇത്ര അസൂയ? അസൂയ എനിക്കോ? എന്തിന്? 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും ഒരു പെണ്ണിന്റെ പുറകെ നടക്കാൻ ഞാൻ തയ്യാറല്ല. നാണക്കേട്. അതിന് നിന്നെ ഏതെങ്കിലും പെണ്ണ് ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ? അതിനിഷ്ടപ്പെടാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇവിടെ ഇവളുമാരുടെ പുറകെ സിനിമാ തിയേറ്ററിൽ പോവാ, റെസ്റ്റോറന്റിൽ പോവാ, ബീച്ചിൽ പോവാ. ഇവള് കൊടുത്തിരിക്കുന്ന സാരി നന്നായിരിക്കാന്ന് പറയാ, പൊട്ട് ഭയങ്കരമായിരിക്കാന്ന് പറയാ. ഒരുപാട് നാണക്കേട്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിന്റെ മനസ്സൊന്ന് വിശകലനം ചെയ്യട്ടെ. എന്താ? നീ ഈ പറഞ്ഞ വികാരത്തിനാണ് മലയാള ഭാഷയിൽ മുന്തിരിങ്ങ പൊളിക്കും എന്ന് പറയും. ഒരുപാട് മറ്റേടത്തെ വർത്താനം. ഞാനിപ്പോ തമാശ പറഞ്ഞല്ലേ? വേണ്ട. ഓ അത് ശരി. കാപ്പിയുടെ പൈസ കൊടുക്കാനുള്ള നമ്പർ ആയിരിക്കും. ശരി, വേണ്ട. അയ്യേ അയ്യേ അയ്യേ, കാശ്. Mary had a little lamb. Its fleece was white as snow, and everywhere that Mary went, the lamb was sure to go. He followed her to school one day. That was against the rule. It made the children laugh and play to see the lamb at school. ഇതാ കളർ പെൻസില്, നായക്കുട്ടി. എന്തിനാ ബാല ഇങ്ങനെ കാശ് കണ്ടമാനം കളയുന്നത്? ഇതിനധികം കാശൊന്നും ആയില്ലേ ചേച്ചി? ഇനി മാപ്പെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കൂവിയാലുണ്ടല്ലോ. നോക്കിക്കോ നിന്നെ ഞാൻ. എണ്ണി ചുട്ട് അപ്പം പോലെ മാമന് കിട്ടുന്ന കാശുകൊണ്ടേ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ പോരാ. രണ്ട് കിണിങ്ങള്. ഇത് ശരിക്കും ശബ്ദം വരുന്നില്ലല്ലോ. ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ശബ്ദം കേൾക്കുന്നത് നിന്റെ അച്ഛൻ വരുമ്പോ വാങ്ങിച്ചു തരാൻ പറ. ഓട്ടർ കേൾക്കടി, എന്നാ പെൻസില്. ശബ്ദം കേൾക്കുന്നില്ല അത്രേ. ബാല, ചന്ദ്രേട്ടനെ ഇന്നും കണ്ടില്ലല്ലോ. വല്ല പനിയോ മറ്റോ പിടിച്ചാണാവോ? പിണ്ണവേലും തേക്കരുത് 100 തവണ പറഞ്ഞിട്ടുള്ളതാ, കേക്കണ്ടേ? പിന്നെ രാത്രിയും പകലുള്ള ഈ ഓട്ടോ ബസ്സിലെ പണി ഒരു ദുരിതം പിടിച്ചു തന്നെയാ. ഇന്ന് വന്നില്ലെങ്കിൽ പിള്ളേരുടെ ഫീസ് ചന്ദ്രേട്ടൻ വരാതിരിക്കില്ല. എന്നാലും 10 കൊടുത്താലും മതി. പക്ഷെ ഫൈൻ വേണമെന്ന് പറയും. 2 ദിവസക്കുള്ളിൽ ചന്ദ്രേട്ടൻ എന്തായാലും വരാതിരിക്കില്ലല്ലേ ബാല? എന്നാലും 2 ദിവസം മുമ്പ് വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. അപ്പൊ ചേച്ചി പറഞ്ഞില്ലേ ഫീസിന്റെ കാര്യം? തളർന്ന ഒരാൾ വീട്ടിലേക്ക് വന്ന് വരുമ്പോ കാശിന്റെ കാര്യം പറയാൻ പറ്റുമോ? നേരം വളരുന്നതിനും അങ്ങ് പോവുകയും ചെയ്തില്ലേ? കുട്ടികൾ പഠിക്കാൻ പോണ കാര്യമൊക്കെ ചന്ദ്രേട്ടൻ അറിഞ്ഞൂടെ? നിനക്ക് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു? ഒക്കെ കഴിഞ്ഞു. എന്നാ അവിടെ തന്നെ ഒന്നു. കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തു. പാലും പേപ്പറും ഒക്കെ ഈ നേരം വരെ കാത്തിരുന്നു. കാലത്ത് കൊടുക്കാം. കുട്ടികളുടെ ഫീസ് എന്തായാലും ബാലേട്ടൻ തന്നെ കൊടുക്കേണ്ടി വരും. വൈകിയ ഫൈനും. ചന്ദ്രേട്ടൻ ആരാ പുള്ളി? ഫീസിന്റെ കാര്യം മാത്രം ഭയങ്കര മറവി. എന്തെങ്കിലും ആവട്ടെ. നീ എന്തിനാ വെറുതെ ചേച്ചിയെ ദേഷ്യം പഠിപ്പിക്കുന്നത്? ഒരു ദിവസം 50 രൂപയാണ് ഇത്ര ഒരു കണ്ടക്ടർക്ക്.
പിന്നെ ചന്ദ്രേട്ടനായതുകൊണ്ട് ടിക്കറ്റ് എഴുതാതെ കാശ് വാങ്ങാൻ ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. ആ വിശക്കുന്നില്ലേ? എന്നാ ഞാൻ എടുത്തു വെക്കാം. ബാലഗോപാലം വന്നോ? വന്നു മുത്തശ്ശി. പക്ഷെ കിടക്കുക. ഭയങ്കര തലവേദനയാണത്രേ. എന്തു പറ്റി എന്റെ കുട്ടിക്ക്? വേണ്ട മുത്തശ്ശി, ബാലേട്ടൻ കിടന്നോട്ടെ. നീ പോടി. എന്റെ കുഞ്ഞിന് എന്തു പറ്റിയോ എന്തോ. മുത്തശ്ശി അവള് ചുമ്മാ പറഞ്ഞതാ, എനിക്കൊന്നുമില്ല. മിണ്ടാതിരുന്നോണം. ഞെട്ടി ചുട്ടുപൊള്ളുക. വല്ലവും വന്ന് കടന്നു പോയാ എന്താവും സ്ഥിതി? എന്റെ അണ്ടല്ലൂക്കാവിലമ്മേ ഒരു പട്ടും മുളയും തന്നോളാമേ. എന്റെ കുഞ്ഞിന്റെ തലവേദന മാറ്റിക്കൊടുക്കണം. മുത്തശ്ശി, ഒരു തലവേദനയ്ക്ക് ഇത്ര വലിയ നേർച്ച വേണോ? അതും ഇല്ലാത്ത തലവേദനയ്ക്ക്? ഇനി ഒന്നും പറയണ്ട. എന്തായി മാസപ്പടി കിട്ടിയില്ലേ? കിട്ടി. പഴയുടെ സമ്പളത്തിലെ വെളിച്ചെണ്ണയുടെ കാര്യം നീ മറന്നു? കൊടുക്കാം. ചേട്ടാ, ഹൗസ് ലോണിന്റെ പേപ്പറാണെന്നാ തോന്നുന്നത്. കാലത്ത് വന്നതാ. എന്താ പാലേട്ടാ, ശരിയാവൂ? സ്കീമില്ലാത്ര. എന്തില്ലെന്നാ എന്റെ ഭഗവതി? ഇതൊന്നുമല്ല. മുത്തശ്ശി പോയി കിടന്നേ. എനിക്കറിയാൻ കിടക്കാൻ. നീ പറഞ്ഞിട്ട് വേണ്ട. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. തൽക്കാലം ലോൺ തരാൻ നിവൃത്തിയില്ലാത്ര. ഒന്നാമത്തെ കാര്യം ഹൗസിംഗ് ബോർഡിന് ഫണ്ടില്ല. രണ്ടാമത്തെ കാര്യം സ്ട്രോങ് റെക്കമെൻഡേഷൻ ഇല്ല. ചുമ്മാ കാശ് ചോദിക്കാനല്ല സാറേ. 8 സെന്റിന്റെ സെക്യൂരിറ്റി. പിന്നെ വീട് പണിയുടെ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ പേയ്മെന്റ് എടുത്തുള്ളൂ. മണി സേഫ്. പിന്നെ വീട് പണിത് കഴിയുമ്പോൾ അത് സെക്യൂരിറ്റിയായി മാറുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ഓരോ ആപ്ലിക്കേഷന്റെ പിന്നിലും കാണും ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ്. ആ വഴിക്ക് ശ്രമിച്ചു നോക്ക്. അപ്പൊ റെക്കമെൻഡ് ചെയ്യാൻ ഒരു മന്ത്രിയോ രാഷ്ട്രീയ നേതാവോ ഇല്ലാത്തവർക്കാർക്കും ഈ നാട്ടിലൊരു കൂരേറ്റി പാർക്കണ്ടേ? പിന്നോക്ക സമുദായക്കാരനായിരുന്നെങ്കിൽ എളുപ്പം ലോൺ കിട്ടുന്ന ഒരു സ്കീം ഞങ്ങൾക്കുണ്ട്. ഇനിയിപ്പോ പെട്ടെന്ന് പിന്നോക്ക സമുദായം ആവാൻ പറ്റില്ലല്ലോ. മിസ്റ്റർ ബാലഗോപാലൻ, ഇതുപോലുള്ള ഓഫീസുകളിൽ അത്യാവശ്യ കാര്യങ്ങൾ സാധിക്കുന്നതിന് പുറകിലൊരു വാതിലുണ്ട്. മേശയ്ക്ക് അടിയിലൂടെ ചില പ്രയോഗങ്ങളുണ്ട്. വഴി പറഞ്ഞു തന്നെ വളരെ നന്ദി. എന്റെ കാര്യമല്ല. അല്ല, സാറിന് തരാം, നിങ്ങൾക്ക് തരാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൊടുക്കാം. മിസ്റ്റർ ബാലഗോപാലൻ, ബാലഗോപാല, കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു. എന്നെ പിടിച്ച് എക്സിക്യൂട്ടീവിൽ ഇട്ടിരിക്കുക. ബാലിനോട് പൊതുവെ കരുണേട്ടനും മറ്റും അതൃപ്തി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് യൂണിയനിൽ ചേരാൻ പേടി എന്റെ കുട്ടപ്പഞ്ചേട്ടാ. ഒരു മാസത്തെ ശമ്പളം പോയാ എല്ലാ പദ്ധതികളും കുഴയും. ഞാൻ പറഞ്ഞെന്ന് മാത്രം. എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നറിയാം. സെക്രട്ടേറിയറ്റിൽ പോകണം, ഹൗസ് ലോൺ ശരിയാക്കണം. ഈ വൈറ്റ് കോളർ ജോലി നിർത്തിയിട്ട് ഫീൽഡിലോട്ട് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുക. അതിലേ ഉള്ളൂ വല്ല ഫലവും. ശ്രമിച്ചു നോക്ക്. MD ഒന്ന് മണിയടിച്ചാൽ മതി. യൂണിയനിൽ ചേരാത്തതുകൊണ്ട് പുള്ളിക്കാരെ സമ്മതിക്കും. അത് ശരിയാ. ഈ സെയിൽസ് ക്യാൻവാസിംഗ് നടത്തിയ കമ്മീഷൻ കിട്ടും. അതൊരു എക്സ്ട്രാ വരുമാനമാണല്ലോ. ഒന്ന് മണിയടിച്ച് നോക്കാം. സെയിൽസ് ക്യാൻവാസിംഗ് നടത്തുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ ഓഫീസിൽ ലീവ് എടുക്കണമല്ലോ. എടുക്കാം സാർ. ആ ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യേണ്ടി വരും. അത് കട്ട് ചെയ്താലും കമ്മീഷൻ കിട്ടുമല്ലോ സാർ. അത് മിസ്റ്റർ ബാലഗോപാലിന്റെ മിടുക്കുപോലിരിക്കും. ആ മിടുക്കുള്ളതുകൊണ്ടാണല്ലോ ഒരു കൈ നോക്കാവുന്ന എഴുതിയത്. പിന്നെ നമ്മുടെ ഈ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ പ്രചാരണത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ ചുറുചുറുക്കും വാചാലതയുമാണ്. എനിക്ക് അതില്ലേ സാർ. യു ആർ സ്മാർട്ട്. ട്രൈ ടു ബി പ്ലീസിംഗ്. മര്യാദയോടെ ബഹുമാനത്തോടെ നമസ്തേ പറഞ്ഞുകൊണ്ട് വേണം കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ ചെല്ലാൻ. നമസ്തേ. എന്താ? ഐ ആം TP ബാലഗോപാൽ MA ഫ്രം ഫാൽക്കൺ പ്രോഡക്ട്സ്. നിങ്ങളുടെ വീടുകൾ മോടി പിടിപ്പിക്കാനുള്ള നിരവധി കൗതുക വസ്തുക്കൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹലോ, ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ ഉൽപ്പന്നങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കൊച്ചുകുട്ടികൾക്കുള്ള കളിപ്പാട്ടം മുതൽ വിക്ടോറിയൻ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഷാൻലിയർ വരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. ഇതാണ് ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം. എന്ത് മിനുക്കം, എത്ര എളുപ്പം, വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. ഇപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. നാനാവർണ്ണത്തിലുള്ള വാൾപേപ്പറിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. ഇപ്പോഴെന്നല്ല, എപ്പോഴെങ്കിലും ആവശ്യമായിട്ട് വരുമ്പോ ഓർമ്മിക്കാം ഫാൽക്കൺ പ്രോഡക്ട്സ്. പൊടി പുരണ്ടാലോ ചളി പുരണ്ടാലോ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ഇത് കഴുകിക്കളയാം. ക്ഷമിക്കണം, ഞാൻ എന്റെ ഡെമോൺസ്ട്രേഷൻ ഒന്ന് കാണിച്ചു തരാം. വരൂ വരൂ. എടോ, ഞങ്ങൾക്ക് ഈ താല്പര്യമില്ല. സർ, ജസ്റ്റ് സീ പ്ലീസ്. ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? മാഡം, ഇത് ഒട്ടിച്ചു കഴിഞ്ഞാലേ താല്പര്യം ഉണ്ടാവുള്ളൂ. ഒന്ന് കാണുന്നതിനെന്താ? പ്ലീസ് ഒന്ന് ജസ്റ്റ്. ഇതാ ഫോർ എക്സാമ്പിൾ, ഇതിൽ എന്തെങ്കിലും അഴുക്ക് വരണ്ടോ എന്ന് വിചാരിക്കാം. എന്ത് ചെയ്യും? നിമിഷ നേരം കൊണ്ട് വെറും പച്ചവെള്ളം ഉപയോഗിച്ച് ഞാൻ ഇത് കഴുകിക്കളയാം.
എന്താ ഈ കാണിക്കുന്നത്? സോറി. സോറി സോറി പ്ലീസ് ഉപദ്രവിക്കരുത് പ്ലീസ് പ്ലീസ്. ക്ഷമിക്കണം. സോറി സോറി സോറി. വാൾപേപ്പർ. എനിക്കൊരു സംശയം. ഇങ്ങനെ ഓരോന്നിന്റെ പേരും പറഞ്ഞ് പകല് വന്ന് സ്ഥലവും കണ്ടുവെച്ച് രാത്രി കക്കാൻ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇയാൾ അക്കൂട്ടത്തിൽപ്പെട്ടതാവോ? വിശ്വസിക്കാൻ പറ്റില്ല. പട്ടി കടിക്കും, സൂക്ഷിക്കുക. ഇവിടെ ആരുമില്ലേ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത് ആൾത്താമസമുള്ള വീടാണോ? എന്തു വേണം? നമസ്തേ. ഓ, നമസ്തേ പറയാൻ വന്നാണോ? എവിടുന്നാ? ഞങ്ങളുടെ. വിസ്തരിക്കണ്ട. പിരിവിന് വന്നതല്ലേ. 5 പൈസ ഇവിടുന്ന് സംഭാവന എടുത്ത് വിചാരിക്കണ്ട. സംഭവിക്കുള്ളൂ. അയ്യോ മാഡം, എന്നെ തെണ്ടിയെന്നോ കള്ളനെന്നോ വിളിച്ചോളൂ. പക്ഷെ പിരിവുകാരനെന്നോ രാഷ്ട്രീയക്കാരനെന്നോ വിളിച്ച് ആക്ഷേപിക്കരുത്. പിന്നെ ആരാ? എത്ര മിനുക്കം, എത്ര എളുപ്പം, എന്തൊരു ഭംഗി, എന്തൊരു ഉറപ്പ്. ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. അതാണ് ഞങ്ങളുടെ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ. നാനാ വർണ്ണത്തിലുള്ള എല്ലാവരും അത്യധികം ഇഷ്ടപ്പെടുന്ന ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ നോക്കൂ. മനുഷ്യനൊന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? സോറി സർ, ടൈം ഇസ് 9:30. അതുകൊണ്ടാ. എത്ര ഭംഗി, എന്തൊരു എളുപ്പം. നോക്കട്ടെ. നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ചൂടൊരു പൂങ്കാവനമായി പൂത്തുല്ലസിക്കാൻ പോവുകയാണ്. മന്ത്രമല്ല, മായല്ല. ഇതാണ് ഞങ്ങളുടെ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ അത്ഭുതകരമായ കണ്ടുപിടുത്തം. നാനാ വർണ്ണ ഇവിടെ നിന്നുകൊണ്ട് ഒച്ച വെച്ചാൽ എന്റെ വിധം മാറും. എന്താ ഇതിന്റെ വില? ഇതിന്റെ വില എന്ന് പറഞ്ഞു എന്നോട് അകത്ത് പോകാനാ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ഞങ്ങൾ ചാടുന്നത്? ദോഷം പറയരുതല്ലോ. ചുമരിലൊട്ടിച്ചാ നല്ല ഭംഗി. വാങ്ങിച്ചൊട്ടിക്ക് 10,000 അടുക്കി വെച്ചിട്ടുണ്ടല്ലോ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്ത്. സാരമില്ല മാഡം, മാഡത്തിനെ പോലെ എല്ലാവർക്കും കലാവാസന ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. നോക്കിക്കോ, ഞാൻ വീട് മുഴുവനും വാങ്ങിച്ചൊട്ടിക്കാൻ പോവാ. നമുക്ക് ഒട്ടിക്കാം. ആദ്യം ഞാനിത് ഒട്ടിച്ച മാഡത്തിന് ഇതിന്റെ ഭംഗി ആക്കിരാം. വരും. മോളെ, ഇത് ചുമരിലൊട്ടിച്ചാൽ ആഹാ, എന്തൊരു ഭംഗി, എന്തൊരു ഉറപ്പ്. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. ഞങ്ങളുടെ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ. നാനാ വർണ്ണത്തിലുള്ള. അമ്മ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത്? മോളെ, ഇത് ചോരിലൊട്ടിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നവും തീർന്നു അല്ലേ? മാഡം, ഞങ്ങൾ ഈ ഫാൽക്കൺ പ്രോഡക്റ്റ്. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വലിയ കഷ്ടമുണ്ടമ്മേ. അറിയാത്തതുകൊണ്ടാ. ഞങ്ങളുടെ ഈ നാനാ വർണ്ണത്തിലുള്ള പൊയ്ക്കോളൂ, പൊയ്ക്കോളൂന്ന്. ഞാൻ പോട്ടെ. എക്സ്ക്യൂസ് മീ, ഫാൽക്കൺ പ്രോഡക്ട്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ? നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഭാരതത്തിലെ മറ്റേത് കമ്പനി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും മെച്ചപ്പെട്ട വാൾപേപ്പറുകളാണ് ഫാൽക്കൺ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. പൊടി പുരണ്ടാലോ ചെളി പുരണ്ടാലോ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് പച്ചവെള്ളം കൊണ്ട് കഴിക്കളയാം. പെയിന്റിളായി പോകുമെന്നോ കുളിർന്ന് കീറി പോകുമെന്നോ ഇതൊന്നും ഭയപ്പെടാനില്ല. അതിന് ഞാനെന്ത് വേണം? ഫാൽക്കൺ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ തിരുത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഒരു കസ്റ്റമർ, അത് നിങ്ങളുടെ അമ്മയായിരിക്കും അല്ലായിരിക്കും, ഞങ്ങളുടെ കമ്പനിയുടെ വാൾപേപ്പറിന് ഓർഡർ തരാൻ വരികയായിരുന്നു. നിങ്ങൾ അത് തടഞ്ഞു. കാലത്തിന്റെ മനുഷ്യനെ ഉപദ്രവിക്കാൻ വന്നിരിക്കുകയാണോ? ഒരു സെയിൽസ് റെപ്പിന്റെ അധ്വാനം. നിങ്ങൾ ഷട്ടപ്പ് പറയണേ, ഞാനും ഷട്ടപ്പ് പറയേണ്ടി വരും. ഫാൽക്കൺ പ്രോഡക്ട്സ് ആരുടെ മുമ്പിലും തലവണിക്കേണ്ട കാര്യമില്ല. ഇയാൾ വെറുതെ ശല്യപ്പെടുത്താൻ വരുന്നു. ഏതാ ഇയാള്? എനിക്കറിയില്ല. ഞാൻ ആരോടോ കേടാന്നോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ
ഫാൽക്കൺ പ്രൊഡക്ഷന്റെ ഉദ്യോഗസ്ഥനാണ് താൻ്റെ ഒരു ഫാൽക്കൺ പ്രൊഡക്ഷൻ കളിയാക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പക്ഷേ എന്റെ കഞ്ഞി പാചകം നോക്കുന്നേ എന്താ പ്രശ്നം? വേറെന്താ എന്താ വെള്ളരിക്കാൻ പറ്റണോ? ഇവിടെ ഒരാളോട് സംസാരിക്കാൻ വേണ്ട. എനിക്ക് ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഒന്നും ചെയ്യാൻ എനിക്ക് സംസ്കാരം ഉള്ളോട്ടാ. എനിക്ക് വേണ്ട.